അപ്പോൾ നമ്മുടെ ട്രെയിൻ യാത്ര തുടരുന്നു വിയന്നയിലേക്ക് വേണ്ടിയിട്ട്. നല്ല അടിപൊളി മഴ, നല്ല അടിപൊളി കാഴ്ചകളുമായി ട്രെയിൻ യാത്ര എന്നും ഒരു സുഖമാണല്ലേ. ഇങ്ങനെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ്. അങ്ങനെ നമ്മൾ 2.5 മണിക്കൂറിന് ശേഷം വിയന്ന എത്തി. നല്ല ഒരു ട്രെയിൻ സ്റ്റേഷൻ ആൻഡ് നമ്മൾ എന്താ പറയുക, ട്രെയിൻ സ്റ്റേഷൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ഒരു മോളിൻ്റെ ഉള്ളിലേക്ക് ഒരു ട്രെയിൻ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? നമ്മൾ നേരെ മോളിൻ്റെ ഉള്ളിലേക്ക് കടന്ന പോലെ ഒരു ഫീലിംഗ് ആണ് ട്രെയിൻ സ്റ്റേഷനിലേക്ക് ഫീൽ ചെയ്തത് എനിക്ക്. ബിക്കോസ് നമുക്ക് അങ്ങനെ ഒരു സ്റ്റേഷൻ ആണല്ലോ, അങ്ങനെ വല്ല അനൗൺസ്മെൻറ്റോ, ഇത് നോക്കൂ, ഇതൊരു മോളായിട്ടല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്, പക്ഷേ ഇതൊരു ട്രെയിൻ സ്റ്റേഷനാണ്. സോ ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. വിയന്നയിലത്തെ ഇത് എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിന് ശേഷമാണ് മക്കളെ കാര്യങ്ങളെല്ലാം, എന്താ കാര്യം എന്ന് വെച്ചാൽ എല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാണ്. നമ്മൾ സ്റ്റാർട്ടിങ് ഫ്രം അവിടുന്ന് ടാക്സി എടുത്ത മുതൽ വെൻ കമ്പയർഡ് ടു ഹംഗേറി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ട്രിപ്പിൾ ചാർജസ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് കോസ്റ്റ്ലി ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അത് സ്പെഷ്യലി ഫുഡ് ആയിക്കോട്ടെ, അതൊരു അക്കോമഡേഷൻ ആയിക്കോട്ടെ, എന്തൊരു ചെറിയൊരു കാര്യമാണെങ്കിലും നമ്മൾ ഹംഗറിയിൽ ചെയ്ത അതേ സംഭവം നമ്മൾ അവിടെ പോയിട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ചിലവ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു മോഡേൺ ആയിട്ടുള്ള രീതിയിൽ പഴയ ബിൽഡിംഗ് ഒക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അതൊരു മോഡേൺ തിങ്കിങ് ആയിട്ടുള്ള രീതിയിലും ഇന്നത്തെ ജനറേഷൻ ആയിട്ടുള്ള രീതിയിലുള്ള ആൾക്കാരും എല്ലാ ഫെസിലിറ്റീസും ഒരുപാടുള്ള പോലെയും, പിന്നെ സിറ്റി ഉറങ്ങുന്ന പ്രശ്നമില്ല. നമ്മളിപ്പോൾ ഹംഗറിയിൽ നിന്ന് അങ്ങോട്ട് പോയ സമയത്ത് നമുക്ക് ഫീൽ ചെയ്തത് എന്താ വെച്ചാൽ ഒരു 5:30-6 മണിയാവുന്ന സമയത്ത് ഹംഗറിയൊക്കെ വളരെ സൈലൻ്റ് ആണ്. അതൊരു കാമായി കളയും, സിറ്റി അങ്ങനെ കാമായി കളയും. പിന്നെ നമുക്ക് പാർട്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഒരു ഭാഗത്ത് ഉള്ളിൽ ചെയ്യണമെന്നല്ലാണ്ട് സിറ്റി ഒരിക്കലും ഡിസ്റ്റർബ്ഡ് അല്ല. നേരെ മറിച്ച് ഇവിടെ അങ്ങനെയല്ല. നമ്മൾ എത്തിയ സമയം ആണെങ്കിൽ പോലും സിറ്റി അലേർട്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായത് എന്താ വെച്ചാൽ കണ്ണേട്ടൻ നമുക്ക് ഒരു ഹോട്ടൽ അപ്പാർട്ട്മെൻ്റ് ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയതാണ് കേട്ടുള്ളൂ. അല്ല, എന്താ സംഭവം? ഒരു ലൈറ്റ് പളിച്ചില്ലേ? എന്താ ബുക്ക് ചെയ്തിരിക്കുന്നത്? അതെ, ഈ ബാഗ് പെട്ടി എടുക്കണ്ടേ? അല്ല, അവന് എടുക്കാൻ പറ്റില്ല കേട്ടോ. നാരായണ പറയട്ടെ. കണ്ണേട്ടനെല്ലാം നല്ലതാണ് കണ്ടിട്ടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പെട്ടിയൊക്കെ വെച്ചിട്ട് കിച്ചു അല്ല പേടിച്ച് ഇരണ്ടും കൊണ്ട് അവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു. എന്താ കാര്യം വെച്ചാൽ എവിടെയും വെളിച്ചില്ല. അതായത് ഇത് വന്നിട്ട് ഒരു ഫ്ലാറ്റിലത്തെ ഒരു അപ്പാർട്ട്മെൻറ്റ് അവർ ഹോട്ടൽ അപ്പാർട്ട്മെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് അത്ര ഓണർ. ഏതോ ഡ്രാക്കുള കോട്ടയ്ക്കാ എന്നെ വിചാരിച്ചു. Okay, never judge a book by its cover. Not bad, that good job. കണ്ണേട്ടൻ പറഞ്ഞ മാതിരി കയറി വന്നപ്പോൾ ഒന്ന് പതറിയെങ്കിലും പക്ഷെ ഉൾവശം നന്നായിരുന്നു. അത് നല്ല സ്പേസോട് കൂടിയിട്ടുള്ള, നമുക്ക് ഉമ്മർത്തും കുട്ടികൾക്ക് കിടക്കാൻ പാകത്തിന് ബെഡ് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്ത് നല്ലൊരു ബെഡ്റൂം ഉണ്ടായിരുന്നു, നല്ല ബാത്റൂം ആയിരുന്നു. എവറിത്തിങ് വാസ് വെരി നൈസ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ 2 ദിവസമേ അവിടെ നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യവും കിച്ചണിൽ ചെയ്യാൻ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇറങ്ങി. ബിക്കോസ് നേരെ നമ്മൾ പോകുന്നത് നമ്മൾ കറക്റ്റായിട്ട് ചാർട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരത്തെ നൈറ്റ് ലൈഫ് നമ്മൾ കാണണം എന്നുള്ളത് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഏരിയയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ടാക്സിയിലാണ് പോയത്. ടാക്സിയിലത്തെ ഡ്രൈവർ എന്ന് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ടാക്സിയിലത്തെ ഡ്രൈവർ, ഇവിടുത്തെ മാക്സിമം ടാക്സി ഡ്രൈവേഴ്സ് ടർക്കിഷ് ആണ് കേട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ടർക്കിഷ് അറിയാവുന്നത് കൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഒരു നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. പെട്ടെന്ന് ടർക്കി പോയ പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. Biliyorum. Başka hangisi? Çeşit yemek vardı bizim orada ama pizza güzel yapıyorlar. Sonra indiş yemek. Okay. İndiş yemek yapıyor. Bizim Ladi. Ladi Gurmuk. Gurman. Okay. Normalde siz nerede
yaşıyorsun? Dubai. Dubai'de yaşıyorsun. Dubai'de çalışıyorum. Çalışıyorsun. Evet. Oo, zengin bir yer orası ya. Çok değil mi? Orası çok pahalı. Çok pahalı. Very expensive pahalı. Dubai. Yeah. Wahnsinnig was yani. Ama ben şöyle bakıyorum. Dubai'de zaten hiç Arap yaşamıyor galiba ya. Hindistanlı yaşıyor, Alman var. Ondan sonra Türkiye'den gidiyor mühendisler falan. O da Amerikan, İngiliz. Ama richtig so hani böyle Sadece Arap yok. sadece Arap, aynen çok az Arap var orada bence yani. Diğer ülkelerin zengin şeyleri mesela gidiyor ya. ഇപ്പോഴേക്കൊക്കെ നല്ല മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ആൾക്കാരെല്ലാവരുടെയും അലേർട്ടാണ്, നടക്കുന്നുണ്ട്, പാർട്ടീസ് ഉണ്ട്, ഹോട്ടൽസ് ഫുള്ളാണ്, റെസ്റ്റോറൻറ്റ്സ് ഫുള്ളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഏരിയ കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് രാത്രി കാണാമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വന്നത്. അതേപോലെ തന്നെ വിയന്ന യു ആർ സോ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന പോലെ എൻ്റെ ഇൻസ്റ്റാ സ്റ്റോറി കണ്ട ഒരുപാട് പേർക്കറിയാം. റിയലി ബ്യൂട്ടിഫുൾ. അത്രയ്ക്ക് കാണാൻ കാഴ്ചകളുണ്ടായിരുന്നു. 2 ദിവസം കൊണ്ട് നമ്മൾ കണ്ടു തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം. ടൈം എടുത്ത് കണ്ടിരിക്കാം, പക്ഷേ ശരിക്കും പറഞ്ഞാൽ ചിലവും മാതിരിയൊക്കെ നോക്കണ കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ അധികം വേണ്ട, 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് തീർത്തിട്ട് വരാമെന്നുള്ള രീതിയിലാണ് ചെയ്തത്. നല്ല മഴ, ആകെ 2 കുടയുള്ളൂ. അപ്പോൾ നനയൽ ഒക്കെ നനയുണ്ടായിരുന്നു എല്ലാവരും. അതുകൊണ്ട് തന്നെ കണ്ണേട്ടൻ പറഞ്ഞു നമുക്കൊരു കുട വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് കണ്ണേട്ടൻ നടക്കണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ ഓൾമോസ്റ്റ് നനയായിരുന്നു. മനു ഇങ്ങനത്തെ ഒരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കിച്ചു ഉള്ള ആ ഒരു കുടയും കൊണ്ട് നടക്കുകയാണ്. സോ കണ്ണേട്ടൻ പോയിട്ട് കുട വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ചെയ്തത്. അങ്ങനെ നൈറ്റ് ലൈഫും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കണ്ടാലറിയാം. സോ ആൾക്കാരെല്ലാവരും ഉണ്ട്. യങ് ജനറേഷൻ പിള്ളേരാണ് മൊത്തത്തിൽ അവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നത്. മുത്തുക്കൂട ചൂട് നടക്കുന്ന കുട്ടി. അവന് കൊടുക്കൂ. അയ്യേ കണ്ടേട്ടാ. Everyone in the 3-mile radius is going to kill you. കിച്ചു, ആ കൊട അമ്മയ്ക്ക് തരൂ. കുട്ടി ഇതാ നനയാണ്ട് പൊക്കോ. കുട്ടിക്ക് അത് ശരിയാവില്ല. ഞാൻ പിടിച്ചോ. എനിക്കുമുണ്ടൊരു പോപ്പിക്കുട എന്ന് പറഞ്ഞ മാതിരിയുള്ള ഒരു കുടയും കൊണ്ടാണ് കണ്ണേട്ടൻ വന്നത്. അതും കൊണ്ട് ഞാൻ നടക്കുകയായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാ സ്ഥലവും ഒന്ന് പോയിട്ട് ജസ്റ്റ് ആ വന്ന ഏരിയ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. ശരി, ഇനി പിന്നെ നമ്മൾ നാളെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് എന്തായാലും എടുക്കും. ആൻഡ് മെയിൻ കാണേണ്ട സ്ഥലങ്ങളെല്ലാം കാണുന്ന സമയത്ത് ഈ ഒരു ഏരിയയ്ക്ക് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് വരില്ല. അതുകൊണ്ട് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഏരിയയ്ക്ക് വന്നത്. ആൻഡ് അതെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം പ്രശ്നം മുഴുവൻ ഹംഗറി വന്നതിന് ശേഷം തന്നെ പ്രശ്നം മുഴുവൻ എന്താണ്? എനിക്കുള്ള ഭക്ഷണം തന്നെയാണ് പ്രശ്നം. ഇവർക്കൊന്നും ഒരു പ്രശ്നമല്ല. എനിക്ക് വെജിറ്റേറിയൻ കിട്ടാൻ പെടുന്ന പാട് നോക്കൂന്നേ. ഇവിടെ ചിക്കൻ കിട്ടാനില്ല. അത് അറിയോ നിങ്ങൾക്ക്? ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്തോ വലിയ കാര്യമാണ്. എന്താണ് എല്ലാവിടെയും വേറെ വല്ലതുമാണെന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ഞാൻ എന്തൊക്കെയോ കഴിച്ചു എന്ന് വരുത്തി എന്ന് പറയില്ല, അതിൻ്റെ താഴെ എന്തൊക്കെയോ ചീസിൻ്റെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടായിരുന്നു. അതെൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം. നമ്മൾ ഇപ്പോൾ വന്ന് ആ ഒരു രാജ്യത്ത് കയറിയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയ സാധനങ്ങൾ കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വയറ് നിറയ്ക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മാത്രമേ ചെയ്തുള്ളൂ. അടുത്ത ദിവസം നോക്കാം എന്ന് വിചാരിച്ചു ഞാൻ. അത് കഴിഞ്ഞ് നടന്ന് വരുന്ന സമയത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വേൾഡ്സ് ബെസ്റ്റ് ഐസ്ക്രീം എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതെന്താ സംഭവം? രാത്രിയാണെങ്കിലും കുഴപ്പമില്ല, മഴയാണെങ്കിലും കുഴപ്പമില്ല, ഐസ്ക്രീം കഴിച്ചിട്ട് തന്നെ വേറെ കാര്യം എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നു. എന്തപ്പോൾ ഇത് വേൾഡ്സ് ബെസ്റ്റ് ഐസ്ക്രീം എന്ന് എഴുതാൻ കാരണം എന്ന് നോക്കിയപ്പോൾ യെസ് അങ്ങനെയാണത്രേ. വിയന്നയിലത്തെ ഐസ്ക്രീം എന്ന് പറയുന്നത് വേൾഡ്സ് ബെസ്റ്റ് ഐസ്ക്രീം ആണത്രേ. അങ്ങനെ ഇവർ
ഇവർ ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി കയറി. ഞാൻ അതിൻ്റെ തൊട്ട് അവിടെ തന്നെ നല്ല ഡിസേർട്ടിൻ്റെ ഒരു ഷോപ്പായിരുന്നു. അപ്പോൾ ഞാൻ ഉള്ളിൽ പോയി നോക്കിയതാണ് മക്കളെ. എൻ്റെ കിളി പോയി എന്ന് വേണമെങ്കിൽ പറയാം. എന്താ ഡിസേർട്ടുകൾ അടുക്കി വെച്ചിരിക്കണേ, എന്തൊക്കെ വിധത്തിൽ, എന്തൊക്കെ തരത്തിൽ. അത് മാത്രമല്ല ആ ഹോൾ സംഭവം ഉണ്ടല്ലോ, ആ ഹോൾ ഷോപ്പ് ഉണ്ടല്ലോ, മൊത്തം പിങ്ക്. അവിടെ ഇടുന്ന ആൾക്കാരും പിങ്ക്, സർവ് ചെയ്യുന്ന ആൾക്കാരും പിങ്ക്, ടേബിളും ചെയറും അതിൻ്റെ ഇതും എല്ലാം പിങ്കോട് പിങ്ക്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല. രാത്രിയെങ്കിൽ രാത്രി ഡിസേർട്ട് കഴിച്ചിട്ട് തന്നെ ബാക്കി കാര്യമെന്നും പറഞ്ഞ് ഞാൻ ഒരു അടിപൊളി ഒരു ലെമൺ ലെയേർഡ് ആയിട്ടുള്ളൊരു കേക്ക് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു. രാത്രി ഏകദേശം സമയം 10:45 11 മണിയായി. എന്നാലും നമുക്കതൊരു വിഷയമല്ല. അപ്പോൾ നമ്മളിത് കഴിച്ചു. ഇനി വിയന്ന വാർത്തകൾ തുടരുന്നതായിരിക്കും.